വീണ്ടും ഞാൻ അമ്മയ്ക്കും മോൾക്കും കൂടെ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു സാരി ഗൗണും കൊണ്ടാട്ടോ വന്നിട്ടുള്ളത്. സാരി ഗൗൺ ഇങ്ങനെയാണ് വരുന്നത്. സാരി മുന്താണി പോർഷനാണ് അമ്മയ്ക്ക് ചെസ്റ്റ് പോർഷന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അമ്മയുടെ ഗൗൺ ഇങ്ങനെയാണ് വരുന്നത്. പ്ലീറ്റഡ് ഗൗണായിട്ടാട്ടോ അമ്മയുടെ ഗൗൺ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. പോംപും ഒക്കെ കൊടുത്തിട്ടുണ്ട് സെൻറ്റർ പോർഷനിലായിട്ട്. അപ്പോൾ അമ്മയുടെ ഗൗൺ ഇങ്ങനെയാണ് വരുന്നത്. മോളുടെ പിന്നെ കുഞ്ഞുവാവയ്ക്ക് ഒരു 3 ഇയേഴ്സ് ബേബിക്ക് അളവ് വരുന്ന രീതിയിലാട്ടോ കുഞ്ഞുവാവയുടെ ഡ്രസ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇൻവിസിബിൾ സിബൊക്കെ കൊടുത്തിട്ട് പഫ് സ്ലീവും ആയിട്ടാട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ലേസൊക്കെ കൊടുത്തിട്ട് ബോർഡർ ഞാൻ കട്ട് ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെസ്റ്റ് പോർഷനിൽ. ആ 3 ഫ്ലവേഴ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതും നമ്മുടെ സാരിയുടെ ബോർഡറിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് ആ 3 ഫ്ലവേഴ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. 3 ഫ്ലവേഴ്സും കൂടെ വന്നപ്പോൾ ആ ഡ്രസ്സിൻ്റെ ലുക്ക് തന്നെ വേറെ പോലെ ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ കുഞ്ഞുവാവയുടെ ഡ്രസ്സ്. ഞാൻ വീണ്ടും ആ കുഞ്ഞുവാവയുടെ ഡ്രസ്സ് എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല ഷൈനിങ് ആയിട്ടുള്ളൊരു സാരി ആയിരുന്നു കേട്ടോ. അത് ഒരുപാട് പഴയ സാരിയാണെന്ന് ആ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നന്നായിട്ടുണ്ടായിരുന്നു കാണാൻ. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലുക്ക് തന്നെ മാറിയിട്ടുണ്ടായിരുന്നു സാരീൻ്റെ. അപ്പോൾ കുഞ്ഞോടെ ഡ്രസ്സ് ഇങ്ങനെ ആട്ടോ വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരു കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക് യു.